അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിനെതിരെയും കോൺഗ്രസുമായുള്ള സഖ്യത്തിനെതിരെയും ശക്തമായി രംഗത്ത് വന്ന ശിവപാൽ യാദവ് തുടർന്നുള്ള നീക്കങ്ങൾ ജനങ്ങളുടെ വിധിക്ക് വിട്ടിരിക്കുകയാണ്. കോൺഗ്രസുമായുള്ള സഖ്യം ശരിയാണോ എന്ന കാര്യത്തിൽ ജനങ്ങളാണ് വിധിയെഴുതേണ്ടത്. ആദ്യം ജനങ്ങളുടെ വിധിയെഴുത്ത് നടക്കട്ടെ, അതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് ശിവപാൽ യാദവ് പറഞ്ഞു. चलिए वो आगे देखेंगे, बात की बात है पहले रिजल्ट आने। अब हम समाजवादी पार्टी से अभी चुनाव लड़ रहे हैं. അതേസമയം മുലായം സിംഗ് യാദവിന്റെ സഹായമില്ലാതെയും അഖിലേഷ് യാദവിന് വിജയിക്കാൻ കഴിയുമെന്ന രാംഗോപാൽ യാദവിന്റെ പ്രസ്താവനയോട് ശിവപാൽ പ്രതികരിച്ചു. മുലായം സിംഗ് യാദവിനെ ഉത്തർപ്രദേശിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. अब वो 11 तारीख को जनता देगी निर्णय और जनता का निर्णय हमें स्वीकार है, लेकिन इतना हम जानते हैं नेताजी को यहाँ की जनता पूरे उत्तर प्रदेश की तहे दिल से चाहती है. അതിനിടെ SP കോൺഗ്രസ് സഖ്യത്തിനു വേണ്ടി പ്രചരണത്തിനില്ലെന്ന് വ്യക്തമാക്കിയ മുലായം സിംഗ് യാദവ് ശിവപാൽ യാദവിനു വേണ്ടി ഫെബ്രുവരി 11 ജസ്വന്ത് നഗർ മണ്ഡലത്തിൽ പ്രചരണം നടത്തും. തിരഞ്ഞെടുപ്പിന് മുമ്പ് അഖിലേഷ് യാദവിനെ തള്ളിക്കളയാൻ ശിവപാൽ യാദവ് തയ്യാറാകുന്നില്ല. എന്നാൽ പുതിയ പാർട്ടി എന്ന പ്രഖ്യാപനം ശിവപാൽ യാദവ് തള്ളുന്നുമില്ല. ഇട്ടാവയിൽ നിന്നും ക്യാമറാമാൻ മുകേഷ് ഷെവിക്കൊപ്പം SR ശങ്കർ, മാതൃഭൂമി ന്യൂസ്.